ഒരു പെൺകുട്ടിയും കുടുംബവും ഒരു ദിവസം രാത്രി വീട്ടിലിരിക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ വീട്ടിലോട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ 2 പേരൻസ് മൃഗീയായിട്ട് കൊലപ്പെട്ടു പോയി. അത് സാധാരണ മരണമല്ല, മൃഗം വന്ന് കടിച്ചതോ മനുഷ്യൻ കൊന്നതോ ഒന്നും അല്ല, പ്രേതം കൊന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി തിരിച്ചറിയും. ആ പെൺകുട്ടി അന്ന് രാത്രി മരിച്ചില്ല കേട്ടോ. ആ പെൺകുട്ടി തിരിച്ചറിയും ആരോ ആഭിചാര ക്രിയകൾ ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കൊന്നു കളഞ്ഞതാണെന്ന്. പിന്നീട് ഈ പെൺകുട്ടി എന്ത് ചെയ്തു കാണും? സ്വന്തം മാതാപിതാക്കളെ കൊന്നവരെ എന്ത് ചെയ്തു കാണും? അതുമല്ല, ആരായിരിക്കും കൊന്നിട്ടുള്ളത്? എന്തിനായിരിക്കും കൊന്നിട്ടുള്ളത്? അവസാനം ഈ പെൺകുട്ടിക്ക് എന്ത് പറ്റി കാണും? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2025 റിലീസായ കിതാബ് സിജിൻ ആൻഡ് ഇലിയൻ എന്ന മൂവിയാണ്. കഥയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവര് ഹൈപ്പ് ചെയ്തോളൂ. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ ഒരു വീടാണ് കാണിക്കുന്നത്. ആ വീടിന്റെ അകത്ത് ഒരു കുടുംബമുണ്ട്. ഒരച്ഛൻ, അമ്മ, മോള്. മോളുടെ പേര് യൂലി എന്നാണ്. നമുക്ക് യൂലി എന്ന് തന്നെ പറയാം. അവര് 3 പേരും കൂടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് യൂലിയുടെ അമ്മയ്ക്ക് എന്തൊക്കെ വേദനകൾ പോലെ നല്ല രീതിയിൽ വേദന എടുക്കുന്നു. ഞാനിപ്പോ മരിക്കും, എനിക്ക് ഒരുപാട് വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ സമാധാനപ്പെടുത്തും. ഒന്നുമില്ല, ഇതിപ്പോ എന്നും ഉണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെല്ലുമ്പോൾ അമ്മ വേദന കൊണ്ട് പെടുകയാണ്. പെട്ടെന്ന് തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ അധികം മുള്ളാണികൾ പുറത്തോട്ട് വരും. ഈ മുള്ളാണികൾ മനുഷ്യ ശരീരത്തിന്റെ പുറത്തോട്ട് എങ്ങനെ വന്നു? ഇത് കണ്ട് യൂലി പേടിച്ചു. അമ്മ വേദന കൊണ്ട് പെടഞ്ഞിട്ട് കണ്ണിൽ നിന്നൊരു മുള്ളാണി എടുക്കും. കണ്ണിന്റെ അകത്തുനിന്നും ഒരു മുള്ളാണി വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് യൂലി ഒരുപാട് പേടിച്ചു പോയി. അമ്മ അമ്മ എന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെല്ലുമ്പോൾ അമ്മ യൂലിയുടെ കയ്യിൽ പിടിക്കും. യൂലിയുടെ കയ്യിൽ പിടിച്ച എന്തായിരിക്കും നടക്കാൻ പോവാ? അമ്മയുടെ കയ്യിൽ ഒരുപാട് മുള്ളാണികളില്ലേ, ആ മുള്ളാണികൾ കൊണ്ടിട്ട് യൂലിയുടെ കൈ മുറിയും. ഇത് കാണുന്ന അച്ഛൻ യൂലിയെ വിളിച്ച് റൂമിൽ വരും. മോളെ ഒന്നുമില്ല, അമ്മയ്ക്ക് എന്തോ രോഗമാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മോളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകും. യൂലിനെ ആ റൂമിൽ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി ഡോർ അടയ്ക്കുമ്പോൾ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്. അച്ഛന്റെ അമ്മയുടെ ശബ്ദം. കുറച്ചു നേരം കഴിയുമ്പോൾ അച്ഛന്റെ ശബ്ദം നിലയ്ക്കുകയാണ്. അച്ഛന്റെ ശബ്ദം കേൾക്കാനില്ല. യൂലി പേടിച്ച് അവിടെ നിൽക്കുമ്പോൾ ഡോറിന്റെ പുറത്ത് ആരോ ഒറ്റ കൊട്ടലാണ് എന്തോ ഒരു സാധനം വെച്ച് അടിച്ച് ഡോർ പൊളിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഓട്ടയും വന്നിട്ടുണ്ട്. ഇവരുടെ ആരുടെ അനക്കമില്ല. അതുകൊണ്ട് തന്നെ യൂലി പതിയെ പതിയെ നടന്ന് ഡോറിന്റെ പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. വീണ്ടും വീണ്ടും പരിശ്രമിക്കും നോക്കാനായിട്ട്. ആ കുഞ്ഞു ഹോള് വഴി നോക്കുമ്പോൾ പെട്ടെന്നൊരു പ്രേതം അവളുടെ മുമ്പിൽ വന്നങ്ങ് നിൽക്കും. ഇത് കണ്ട് യൂലി പേടിച്ചു പോകും. പിറ്റേ ദിവസം വീട്ടിലെ ബഹളമൊക്കെ അറിഞ്ഞിട്ട് പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു പോലീസുകാരൻ വന്ന് യൂലിനെ വിളിച്ചുണർത്തും. അവൾ പേടിച്ച് ഉറങ്ങിപ്പോയതാണ്. അവൾ ഉണർത്തി ഹാളിലോട്ട് കൊണ്ടുവരുമ്പോൾ അവളുടെ മാതാപിതാക്കള് അവിടെ മരിച്ചു കിടക്കുകയാണ്. ഇത് കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ ഓടി അടുത്തോട്ട് പോകുമ്പോൾ പോലീസുകാര് സമ്മതിക്കത്തില്ല. കുട്ടീനെ പിടിച്ചു നിർത്തും. മൃതദേഹത്തിന്റെ അടുത്തോട്ട് വിടുന്നില്ല. ആ സമയം ഒരു സ്ത്രീയും മോളും കയറി വരുന്നുണ്ട്. ഇതെന്റെ ഭർത്താവാണ് മരിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അതിനർത്ഥം ഈ മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ആ ഭാര്യ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി അകത്തോട്ട് കയറി ഭർത്താവിനെ നോക്കും. ഭർത്താവിനെ നോക്കി കഴിഞ്ഞിട്ട് ഇവര് നേരെ നമ്മുടെ യൂലിന്റെ അടുത്ത് വരികയാണ്. യൂലിയോട് പറയും അച്ഛനില്ലാത്ത കുട്ടി, അച്ഛനില്ലാത്ത കുട്ടിന്ന്. സത്യം പറഞ്ഞാൽ അച്ഛനില്ലാത്ത കുട്ടിയല്ല, ഇവരുടെ ഭർത്താവിന്റെ കുട്ടിയാണ് ഈ കുട്ടി. പക്ഷെ വേറെ സ്ത്രീക്ക് ഉണ്ടായതാന്നേ ഉള്ളൂ. എന്നാൽ ഇവര് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ആ കുട്ടീനെ ഉപദ്രവിക്കുകയാണ്. അച്ഛനില്ലാത്ത കുട്ടി, അച്ഛനില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞിട്ട്. കട്ട് ചെയ്താൽ 20 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. യൂലി ഇപ്പം വളർന്ന് വലുതായിട്ടുണ്ട്. അവളുടെ വീട്ടിൽ തന്നെയാണ് അവൾ താമസിക്കുന്നത്. എന്നാൽ മറ്റേ സ്ത്രീ വന്നില്ലായിരുന്നു, ആ സ്ത്രീയും കുട്ടിയും. അവർ ഈ വീടങ്ങ് വന്ന് ഏറ്റെടുത്തു. ഈ കുട്ടീനെ ഇവിടത്തെ ഒരു വേലക്കാരിയാക്കി അങ്ങ് മാറ്റി. നമ്മുടെ യൂലി ഇപ്പം വെറും വേലക്കാരിയായി മാറി. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടോ? ഇതാണ് യൂലിന്റെ കൂടുള്ള സഹോദരി. അതായത് അച്ഛന്റെ മോള് തന്നെയാണ്, എന്നാൽ വേറെ സ്ത്രീക്കുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ട സ്ത്രീയില്ലേ, ആ സ്ത്രീയുടെ മോള് തന്നെ. ഇവരൊക്കെ ഇപ്പൊ രാജാക്കന്മാരെ പോലാണ് ജീവിക്കുന്നത്. എന്നാൽ ജോലി മൊത്തം യൂലിയാണ് ചെയ്യുന്നത്. യൂലി തിരക്കാണ്. എല്ലാരും യൂലിനെയാണ് വിളിക്കുന്നത്. യൂലി സോസ് ഉണ്ടാക്ക്, യൂലി അടുക്കളയിൽ പോ, യൂലി ഡ്രസ്സ് എടുത്തോണ്ടാ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ യൂലി വേറൊരു തിരക്കിലാണ്. യൂലി അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് വരും. അത് മറ്റാരുമല്ല, അവൾ ആദ്യം പിടിച്ച് കുലുക്കിയില്ലേ അച്ഛനില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞിട്ട്, ആ സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീക്ക് കൊണ്ടുവന്ന് കഞ്ഞി കോരി കൊടുക്കും. നല്ല ചൂടാണ്, ഊതി ഊതിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ വയസ്സായവരുടെ സ്വഭാവം അറിയാലോ, അവരതങ്ങ് തുപ്പിക്കളയും. ഞാൻ പറഞ്ഞില്ലേ ഇത് ചൂടാന്ന് പറഞ്ഞിട്ട്. എന്നാ പിന്നെ വെള്ളം കുടിയെന്ന് പറഞ്ഞ് അവർക്ക് വെള്ളം എടുത്തു കൊടുക്കും. ഈ സ്ത്രീക്ക് യൂലിയോട് ഇപ്പോഴും വൈരാഗ്യം മാറിയിട്ടില്ല. കാരണം ഇത് അവിഹിതത്തിലുണ്ടായ കുട്ടിയല്ലേ. അവിഹിതം എന്ന് പറയാൻ പറ്റത്തില്ല, 2ാമത്തെ ഭാര്യയിൽ ഉണ്ടായ കുട്ടിയാണ്. ഇവരെ ഉപേക്ഷിച്ചിട്ടാണ് 2ാമത്തെ ഭാര്യ കല്യാണം കഴിച്ച് യൂലി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ വൈരാഗ്യമുണ്ട്. എന്നാൽ ഈ വയസ്സാം കാലത്ത് യൂലിയാണ് ഈ ഒരു സ്ത്രീനെ നോക്കുന്നത്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള പെൺകുട്ടിയാണ് യൂലിന്റെ സഹോദരിയുടെ മോള്, അതായത് ടിക്ക. നമുക്ക് ടിക്ക എന്ന് തന്നെ പറയാം. ടിക്ക പള്ളിയിൽ പോകുമ്പോൾ സിസ്റ്റർ വേണ്ടെന്ന് പറയും. അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, യൂലിയുടെ സഹോദരിയാണ്, എന്നാൽ വേറെ അമ്മയ്ക്കുണ്ടായത്. അത്രേ ഉള്ളൂ. സിസ്റ്റർക്ക് യൂലിയോട് നല്ല മോശമായിട്ടാണ് പെരുമാറുന്നത്. എന്തായാലും സിസ്റ്ററിന് ദൈവവിശ്വാസം കുറവാണ്. എന്നാലും മോളുണ്ടല്ലോ ടിക്കയ്ക്ക് നല്ല ദൈവവിശ്വാസമാണ്. പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, മദ്രസയിലൊക്കെ പോയി പഠിച്ച് ഉസ്താന്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരും. രാത്രി ആവുന്നുണ്ട്. രാത്രി ഇവര് ഗ്രൂപ്പായിട്ടാണ് നടന്നു വരുന്നത്. കുറച്ച് കുട്ടികളുണ്ട്. ഇവരൊരു വീട്ടിന്റെ അവിടെ വരുമ്പോൾ അത് ഭയങ്കര ഇരുട്ടാണ്. അവിടെ ആളും അനക്കൊന്നുമില്ല. ഇവിടെ പ്രേതമുണ്ട്, ദോ പ്രേതം നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് പേര് ഓടും. അതിന്റെ പിന്നാലെ തന്നെ വേറെ കുറെ കുട്ടികളും പേടിച്ചിട്ട് ഓടും. ഇനിയിപ്പോ അവിടെ പ്രേതം ഉണ്ടോന്ന് അറിയാൻ പാടില്ല. പക്ഷേ കുട്ടികളല്ലേ, എന്തെങ്കിലും കണ്ടാ പോരെ. അതുകൊണ്ട് തന്നെ അവർ ഓടിപ്പോയി. ഇതേ നേരം നമ്മുടെ അനിയൻ, ടിക്കയുടെ അനിയൻ, സിസ്റ്ററിന് 2 മക്കളുണ്ട്.
ഉണ്ട്. ടിക്കയും ടിക്കയുടെ അനിയനും. ഇപ്പൊ അനിയനാണെങ്കിൽ അവിടെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുകയാണ്. പ്രേതമേ വാ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എന്താന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിറകിന്നൊരു കതവ് തുറക്കും. അവൻ പേടിച്ച് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അത് മറ്റാരുമല്ല, യൂലിയാണ്. അമ്മുമ്മയെ പരിചരിക്കാനായിട്ട് വന്നതാണ്. ആ സ്ത്രീയല്ലേ, അവരെ പരിചരിക്കാനായിട്ട് വന്നതാണ്. വെള്ളം കൊണ്ടുവന്ന് അവർക്ക് ചൂട് പിടിച്ചു കൊടുക്കും. ഈ പയ്യൻ ഇവിടെ ഇരുന്ന് കളിക്കുന്നത് കണ്ടുകൊണ്ടാണ് ടിക്ക കയറി വരുന്നത്. ടിക്ക ഭയങ്കര ദൈവവിശ്വാസിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവനെ വഴക്കുറയും, ഓജോ ബോർഡൊന്നും കളിക്കാൻ പാടില്ല എന്ന്. എന്നാൽ അവൻ പറയും, എന്റെ കൂട്ടുകാരനെ ഇതെനിക്ക് പറഞ്ഞു തന്നത്, ഇത് കളിക്കുവാണെങ്കിൽ നമുക്ക് മരിച്ച ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റും, അടിപൊളിയല്ലേ എന്ന്. ഈ പയ്യൻ യൂലിയോട് ചോദിക്കും, ചേച്ചിക്ക് കളിക്കണമെന്നുണ്ടോ? ഇത് അടിപൊളിയായിരിക്കും, ചേച്ചിക്ക് ആരോടാ സംസാരിക്കാൻ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ യൂലി പറയും, ഇതെനിക്ക് കളിക്കാൻ പറ്റിയാല് ഞാൻ എന്റെ അച്ഛനും അമ്മയും കാണാനായിട്ട് അവരെ വിളിച്ചു വരുത്തുമെന്ന്. ഇത് കാണുന്ന മുത്തശ്ശി ചാടി എണീക്കും. അവർക്ക് നല്ല രീതിയിൽ ശ്വാസം മുട്ടുന്നുണ്ട്, ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ട് പേടിച്ച ടിക്ക ഞാൻ പോയി അമ്മേനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് സിസ്റ്ററിനെ വിളിക്കാനായിട്ട് പോകും. ടിക്ക അവിടെ നിന്ന് പോയതിനു ശേഷം അമ്മുമ്മ യൂലിനെ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയും, നിന്റെ മാതാപിതാക്കളും മരിക്കേണ്ടവരാണ്. ഇതും പറഞ്ഞിട്ട് യൂലിനെ പിടിച്ച് ഒറ്റ തട്ടാണ്. യൂലി തെറിച്ച് ദൂരോട്ട് വീഴുമ്പോൾ ഈ സ്ത്രീയും പിറകിലോട്ട് വീഴും. എന്നിട്ട് അവര് ചിരിച്ചുകൊണ്ട് അവിടെ കിടന്ന് പിടയാണ്. ആ സമയം കൊണ്ട് സിസ്റ്ററും ടിക്കയും കൂടെ വന്നു. മുത്തശ്ശിക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ലാതെ വായിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. യൂലിയെ തന്നെ നോക്കി അങ്ങനെ പെടഞ്ഞു കിടക്കാണ്. യൂലിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. യൂലിയും പേടിച്ച് അവിടെ തന്നെ നിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ യൂലിയെ നോക്കി അവരങ്ങ് ചത്തുപോകും. പിറ്റേ ദിവസം മരണ ചടങ്ങാണ്. ഈ ഒരു ഡെഡ് ബോഡീനെ കുളിപ്പിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ യൂലി അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. അവിടുത്തെ ഉസ്താക്കന്മാരും വേറെ കുറെ ആൾക്കാരും പറയും, ഇനി കുടുംബക്കാർ മാത്രം നിന്ന് കുളിപ്പിച്ചാലും മതി, ബാക്കിയുള്ള ആൾക്കാർ ഇറങ്ങിപ്പോയ്ക്കോന്ന്. യൂലി ഇറങ്ങിപ്പോകുന്നില്ല. കുടുംബമാണെങ്കിലും ഈ വീട്ടിലുള്ള ആൾക്കാർ അവളെ കുടുംബമായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ദേഷ്യപ്പെടും, ഇറങ്ങിപ്പോടി, നീ ഇവിടെ എന്തിനാ നിൽക്കുന്നത്, പോയി മരണച്ചടങ്ങിനുള്ള കാര്യങ്ങൾ റെഡിയാക്കെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറക്കി വിടും. യൂലി വിഷമിച്ചിട്ട് ഡെഡ് ബോഡി പൊതിയാനുള്ള വെള്ള തുണിയൊക്കെ റെഡിയാക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഡെഡ് ബോഡിയൊക്കെ പൊതിഞ്ഞ് എല്ലാവരും ഹാളിൽ കൂടും. പിന്നീട് ഓരോ ആൾക്കാരായിട്ട് മുത്തശ്ശിക്ക് ഉമ്മ കൊടുക്കുകയാണ്. സിസ്റ്റർ കൊടുക്കുന്നുണ്ട്, ടിക്ക കൊടുക്കുന്നുണ്ട്, അനിയൻ കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഹീറോയിന്റെയാണ്. ഹീറോയിന് ഉമ്മ കൊടുക്കണമെന്ന് താല്പര്യമൊന്നുമില്ല, എന്നാലും അവൾ വിഷമിച്ച് അടുത്ത് ചെല്ലുകയാണ്. ആ സമയം അവൾ ഒരു കാര്യം ആലോചിക്കും, ഈ അമ്മുമ്മ വെറും ഒരു മനുഷ്യത്തിയല്ലായിരുന്നോ, യൂലിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അവൾ കുട്ടിയായിരുന്ന സമയത്ത് അവൾക്ക് ചോറ് തറയിലിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് തിന്നാനായിട്ട് പറയും, അവളുടെ മുഖം പിടിച്ച് ആ ചോറിൽ തേക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ക്രൂരത ചെയ്ത സ്ത്രീയാണ്. അത് ഓർത്ത് അവൾക്ക് ഉമ്മ കൊടുക്കാനായിട്ട് വരുമ്പോൾ ഈ ഡെഡ് ബോഡി പെട്ടെന്ന് കണ്ണു തുറക്കും. എന്നിട്ട് അവളോട് പറയും, നിന്റെ മാതാപിതാക്കൾ മരിക്കേണ്ടവരാണെന്ന്. ഇത് കണ്ട് അവള് പേടിച്ച് പിന്നിലോട്ട് മാറി ഒറ്റ അലറലാണ്. അപ്പോഴാണ് അവള് ബോധത്തിലോട്ട് വരുന്നത്. ആ ഡെഡ് ബോഡി കണ്ണൊന്നും തുറന്നിട്ടില്ല. എല്ലാരും അവളെ രൂക്ഷമായിട്ട് നോക്കും. മറ്റേ സിസ്റ്ററിനാണെങ്കിലും നല്ല ദേഷ്യം വരും. നീ എന്താടി ആളെ വിളിച്ചു കൂട്ടാൻ നോക്കുന്നു, എന്റെ അമ്മ മരിച്ചതിന് ശേഷം നീ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യൂലിയുടെ മുഖത്തിട്ട് അടിയും. എന്നിട്ട് അവർ ഒരുപാട് ദേഷ്യപ്പെടും. യൂലിക്ക് അടികൊള്ളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ സിസ്റ്ററിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. ഇവിടെ ഇരുത്തിയാൽ ഇനി അവര് പ്രശ്നം ഉണ്ടാക്കും. യൂലി പേടിച്ചിട്ട് കരഞ്ഞതാണ്, അവളെ മുഖത്തിട്ട് അടിച്ചു കൊടുത്തു. പിന്നീട് സിസ്റ്റർ അകത്തിരുന്നിട്ട് ഫോട്ടോ ആൽബം നോക്കുകയാണ്. അതിനകത്ത് സിസ്റ്ററിന്റെ അച്ഛൻ മറ്റാരുമല്ല, യൂലിയുടെ അച്ഛൻ തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും അച്ഛൻ ഒരാളാണ്, എന്നാൽ അമ്മ വ്യത്യാസം. ആദ്യത്തെ അമ്മയ്ക്ക് ഉണ്ടായത് സിസ്റ്ററും രണ്ടാമത്തെ അമ്മയ്ക്ക് ഉണ്ടായത് യൂലിയാണ്. അങ്ങനെയാണ്. ആ സമയം സിസ്റ്റർ ഒരു കാര്യം ആലോചിക്കും. പണ്ട് സിസ്റ്ററും അമ്മയും കൂടെ അച്ഛന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അമ്മ അച്ഛൻ എപ്പം വരുമെന്ന് പറഞ്ഞ് സിസ്റ്റർ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അച്ഛൻ വന്നില്ല. അച്ഛൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് മാറിപ്പോയി. ഇപ്പൊ ഇതൊക്കെ ചിന്തിച്ചിട്ട് ആ ഫോട്ടോ ആൽബത്തില് അച്ഛന്റെ ഫോട്ടോ വലിച്ചു കീറി കളയും. അമ്മയുടെ സിസ്റ്ററിന്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് അവൾ അത് കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് വിഷമിക്കുകയാണ്. അവൾ അമ്മേനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, എന്നാൽ അമ്മ മരിച്ചുപോയില്ലേ. ഇതിനുശേഷം അമ്മൂമ്മയുടെ ശരീരം കൊണ്ടുവന്ന് കബറടക്കും. പിന്നീട് ഇവർക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇവരുടെ കടയിൽ വരും. ഇവർക്ക് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് പോലൊരു കടയുണ്ട്. അവിടെ വന്ന് ജോലി ചെയ്യാണ്. അവിടെ തന്നെ ഒരു കൂട്ടുകാരൻ പയ്യനുണ്ട്, നമ്മുടെ യൂലിന്റെ ചെറിയൊരു കൂട്ടുകാരനാണ്. ആ പയ്യൻ ഒരാൾക്ക് ചാക്ക് എടുത്ത് വെച്ചു കൊടുക്കും. അപ്പൊ ടിപ്പായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അത് പുള്ളിക്കാരന് കൊടുത്തതാണ്. എന്നാൽ അങ്ങോട്ട് യൂലി വരും, ഇങ്ങനെ വാങ്ങാൻ പാടില്ല, അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് സിസ്റ്ററിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ പൈസ വാങ്ങിച്ച് സിസ്റ്ററിന് കൊടുക്കാനായിട്ട് പോകുമ്പോൾ സിസ്റ്റർ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കും. നീ ആരെടുത്ത് ചോദിച്ചിട്ടാണ് ഈ പൈസ അടിച്ചു മാറ്റുന്നതെന്ന് യൂലിയോട് ചോദിക്കും. യൂലി പറയും, ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല, നിങ്ങൾക്ക് തരാനായിട്ട് കൊണ്ടുവന്നേന്ന് പറയുമ്പോൾ അവര് സമ്മതിക്കില്ല. അവര് വഴക്കിടുകയാണ്. യൂലി തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല എന്ന്. ഇത് കേട്ട് ദേഷ്യം വരുന്ന സിസ്റ്റർ, എന്റെ അമ്മ മരിച്ചതിന് ശേഷം നീ എന്നോട് വാക്ക് ഉയർത്തി സംസാരിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ച് മുഖത്ത് നോക്കി ഒറ്റ അടിയാണ് യൂലിന്റെ. യൂലിക്ക് കൊണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. യൂലിന്റെ അമ്മേനെയൊക്കെ ഒരുപാട് പറയും, നിന്റെ അമ്മേനെ പോലെ നീ ഒരു വൃത്തികെട്ട സ്ത്രീയാന്ന് പറഞ്ഞിട്ട് അവള് വഴക്കിടും. ആ സമയം സിസ്റ്ററിന്റെ ഭർത്താവ് അങ്ങോട്ട് വരും. സിസ്റ്റർ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഭർത്താവ് വന്ന് സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെയൊന്നും ഉപദ്രവിക്കാൻ പാടില്ലെന്നേ. യൂലിന്റെ മുഖത്താണ് അടിച്ചേക്കുന്നത്. യൂലിക്ക് അത് കൊണ്ടു നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇത് കാണുന്ന കൂട്ടുകാരന് വിഷമായിട്ട് യൂലിയെ വിളിച്ച് മാറിയിരുന്ന് അവൾക്ക് ഫുഡ് കൊടുക്കും, എന്തോ കഴിക്കാനായിട്ട് കൊടുക്കും. എന്നാൽ അവൾ കഴിക്കുന്നൊന്നുമില്ല. അവൾക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനോട് എനിക്കൊരു സഹായം ചെയ്തു തരുമെന്ന് ചോദിക്കും. എന്ത് സഹായമാണെന്നല്ലേ. ഇവർ രണ്ടുപേരും കൂടെ വണ്ടി എടുത്തിട്ട് നേരെ ഒരു സ്ഥലത്ത് ചെല്ലും. ഒരു കാട് പോലത്തെ പ്രദേശമാണ്. ഇവളെ ഇവിടെ കൊണ്ടാക്കാനായിട്ടാണ് അവന്റെ അടുത്ത് സഹായം ചോദിച്ചത്. അതുപോലെ തന്നെ അവൻ കൊണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവളാണെങ്കിൽ കുറച്ച് പൈസ എടുത്ത് അവന് കൊടുക്കും. അവന്റെ ബുദ്ധിമുട്ട് കൊണ്ടാവണം അവൻ ആ പൈസ വാങ്ങുന്നുണ്ട്. യൂലി പതിയെ നടന്ന് ആ വീട്ടിൽ
വീട്ടിലോട്ട് ചെല്ലും. അവിടെ കൊട്ടുമ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വരും. ആ ആളിന്റെ കൂടെ കയറി പോവാണ്. കൂട്ടുകാരൻ പുറത്ത് തന്നെ നിപ്പുണ്ട്. ഇപ്പം വന്ന ആളില്ലേ, അതായത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആളില്ലേ, അയാൾ ഒരു മന്ത്രവാദിയാണ്. ഇയാൾക്ക് യൂലിനെ നേരത്തെ അറിയാം. എങ്ങനെ അറിയാൻ പാടില്ല. ഇപ്പൊ യൂലി അകത്ത് കയറി ചെന്നിട്ട് ആ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് കാണിക്കും. സിസ്റ്ററിന്റെയും കുടുംബത്തിന്റെ ഫാമിലി ഫോട്ടോ എടുത്ത് കാണിക്കും. എന്നിട്ട് ഇവരെന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഇവരെനിക്ക് നശിപ്പിക്കണമെന്ന് പറയും. അവർക്കെതിരെ മന്ത്രവാദം ചെയ്ത് ആ കുടുംബത്തിനെ നശിപ്പിക്കണമെന്ന് പറയും. മന്ത്രവാദിയും എതിർക്കാനൊന്നും നിൽക്കുന്നില്ല. എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് യൂലിയെ വിളിച്ചോണ്ട് പോയി ഒരു സ്ഥലത്തിരുന്ന് മന്ത്രവാദം ചെയ്യാണ്. ഇയാള് സാധാരണ പുള്ളിയല്ല. ഇയാൾ മന്ത്രവാദം ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആണികളൊക്കെ അനങ്ങുന്നുണ്ട് കൈയിട്ട് കറക്കുമ്പോൾ. അതുപോലെ വേറെന്തോ ചെയ്യുമ്പോൾ ആ ഫോട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് കത്തിപ്പിടിക്കും. ഇയാൾ സാധാരണ ഒരാളല്ല, ഒറിജിനൽ മന്ത്രവാദിയാണ്. ഇതിനുശേഷം യൂലിയുടെ കൈ പിടിച്ചിട്ട് ഇയാൾ വലിച്ചോണ്ടിരുന്ന സിഗരറ്റ് യൂലിയുടെ കയ്യിൽ കുത്തിയിറക്കും. അവള് വേദന കൊണ്ട് കരയാണ്. പിന്നീട് യൂലി ആ കൈയെടുത്ത് തന്നെ മന്ത്രവാദി ചെയ്തതുപോലെ മുഖത്തുരസാണ്. എന്തോ ഒരു മന്ത്രവാദ കർമ്മമാണ്. മന്ത്രവാദി ഒരു കാര്യം പറയും, ഈ ഒരു മന്ത്രവാദം ഫലിക്കണമെങ്കിൽ ഒരു ഡെഡ് ബോഡി ആവശ്യമുണ്ട്. അതിപ്പം വീട്ടുകാരുടെ ഈ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഡെഡ് ബോഡി ആണെങ്കിൽ അത്രയും നല്ലതെന്ന്. മുത്തശ്ശി ഈ ഇടയ്ക്ക് മരിച്ചില്ലേ, ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വന്നാൽ മതി. അന്ന് രാത്രി തന്നെ യൂലിയും കൂട്ടുകാരനും കൂടെ ആ ഒരു പള്ളിപ്പറമ്പിൽ പോയിട്ട് അവിടുത്തെ ശവശരീരം കുഴിച്ചെടുക്കും. ആ ബോഡിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. മരണശേഷം ഒരുപാട് വെയിറ്റ് കൂടും. അതെങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്, ഇവർക്ക് ഓക്കാനിക്കാനൊക്കെ വരുന്നുണ്ട്. ഇത് ചീഞ്ഞ് അളിയാറായിട്ടുണ്ട്. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും നല്ല മണം വരുന്നത് കൊണ്ട് തന്നെ ഓക്കാനിക്കാൻ വരുന്നുണ്ട്. എങ്ങനെയൊക്കെയോ തൂക്കി പിടിച്ച് വണ്ടിയിലിട്ട് മന്ത്രവാദിയുടെ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ഒരു തൂക്കി പിടിച്ചോണ്ട് പോവാണ്. ഓക്കാനിക്കാൻ വരുന്നുണ്ട്. ഓക്കാനിച്ച് പിടിച്ച് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുവരും. മന്ത്രവാദി കൂട്ടുകാരനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ പുറത്തിറങ്ങിപ്പോവും. മന്ത്രവാദിയും യൂലിയും കൂടെ മാത്രം നിന്നിട്ടാണ് മന്ത്രവാദം ചെയ്യുന്നത്. ഈ ഡെഡ് ബോഡി വെച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ആ കുടുംബത്തിനെ നശിപ്പിക്കാൻ പോവാണ്. ഇതിനുശേഷം യൂലിയും മന്ത്രവാദിയും കൂടെ ഒരു കോഴീനെ അറുത്ത് അതിന്റെ ചോര ഒരു ബൗളിൽ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ആട്ടിന്റെ തല, വേറെ എന്തൊക്കെ കുറെ സാധനങ്ങളൊക്കെ വെച്ച് എന്തോ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് അവള് കൈവച്ച് അമർത്തിട്ട് അവളുടെ മുഖത്ത് തന്നെ എടുത്ത് തേക്കും. മന്ത്രവാദി പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാലേ മന്ത്രം ഫലിക്കത്തുള്ളൂ. പിന്നീട് ഈ ബ്ലഡ് തന്നെ, അതായത് നേരത്തെ ആ ബൗളിൽ കളക്ട് ചെയ്ത് അവളുടെ മുഖത്ത് തേച്ച ബ്ലഡ് ഇല്ലേ, അതിന്റെ ബാക്കി എടുത്തോണ്ട് വന്നിട്ട് മുത്തശ്ശിയുടെ വായിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഓരോ മന്ത്രങ്ങൾ ചൊല്ലും. രക്തത്തിനെ കാണും, തൊലീനെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ഈ മന്ത്രം ചെല്ലുന്ന സമയത്ത് യൂലി പെട്ടെന്ന് തന്നെ കബറിടത്തിൽ എത്തിപ്പെടും. അവള് മരിച്ചതിന് ശേഷം വെള്ളത്തുണിയിട്ട് കണ്ണു തുറന്നിരിക്കുന്നത് പോലെ. ആ സമയം അവള് മന്ത്രം ചൊല്ലി അവസാന ബോധത്തിലോട്ട് വരുമ്പോൾ ഈ ഡെഡ് ബോഡി പെട്ടെന്ന് തന്നെ വാ പൊളിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വാ പൊളിക്കുകയാണ്. വായിന്നൊരു പഴുതാര ഇറങ്ങിപ്പോവും. നീരിസില്ലേ, അത് തന്നെ, അതിന്റെ നല്ല വലിയ പഴുതാര. അത് പോയതിനു ശേഷം യൂലി ഒന്ന് പേടിച്ചിട്ട് ഇപ്പൊ മന്ത്രവാദം ചെയ്ത എന്തോ എഴുതിയ ഒരു സംഭവം അത് ആ സ്ത്രീയുടെ വായിലോട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇതിനുശേഷം മന്ത്രവാദി വന്ന് പറയും, അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റ് നിനക്കായിരിക്കും കിട്ടാൻ പോകുന്നത്, നിനക്കായിരിക്കും ശിക്ഷ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവര് തെറ്റ് ചെയ്തവരായിരിക്കണം. പിന്നെ ഈ ബോഡി അഴുകി തീരണേന് മുമ്പ് ഈ മന്ത്രവാദങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിനക്കായിരിക്കും ശിക്ഷ കിട്ടാൻ പോണെന്ന് പറഞ്ഞിട്ട് മന്ത്രവാദി അവിടെ നിന്ന് പോകും. ഈ നേരം ടിക്ക വീട്ടിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം ജനലിന്റെ പുറത്ത് ഒരു തീകോളം പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നേരത്തെ വായിന്നിറങ്ങിപ്പോയ പഴുതാരയില്ലേ, അത് ജനൽ പൊളിച്ച് അകത്തോട്ട് കയറി വരുന്നുണ്ട്. ടിക്കയ്ക്ക് പേടിയാവുന്നുണ്ട്. എന്നാലും അവള് നിസ്കാരം കളയുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ചുറ്റുഭാഗത്ത് നിന്നും തട്ടും കൊട്ടലും കേൾക്കുന്നുണ്ട്. എന്നാൽ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നിസ്കരിക്കുകയാണ്. ആ സമയം ഒരു ശബ്ദം കേൾക്കും. എന്തോ ഒരു ഫോട്ടോ തറയിൽ വീണ് പൊട്ടുന്ന ശബ്ദം താഴെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരോ കയറിയെന്ന് അറിയാൻ പാടില്ലാതെ അവൾ നിസ്കാരം നിർത്തി വെച്ചിട്ട് താഴെ ചെന്ന് നോക്കുമ്പോൾ അവളുടെ അച്ഛന്റെ അമ്മയുടെ പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോയാണ് പൊട്ടി തറയിൽ വീണേക്കുന്നത്. അതെന്താ സംഭവം എന്ന് അറിയാതെ മുമ്പിലോട്ട് ചെല്ലും. ഇത് തറയിൽ പൊട്ടിക്കിടക്കുമല്ലേ, അറിയാതെ ഒരു കുപ്പിച്ചില്ലയിൽ ചവിട്ടി അത് അവളുടെ കാലിൽ പൊത്തു കയറുന്നുണ്ട്. അവൾ ആകെ വേദനിച്ച് ഒരു സൈഡിൽ ഇരുന്നിട്ട് അത് പതിയെ എടുക്കുകയാണ്. ഈ എടുക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ആരോ കരയുന്നത് പോലെ ശബ്ദം കേൾക്കും. ആരോ മൂളിപ്പാട്ട് പാടി കരയുന്നത് പോലെ. പതിയെ അവൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും ആ റൂമിലോട്ട് ചെല്ലും. അവിടെ തന്നെ മുത്തശ്ശിയെ പരിചരിക്കുന്ന ആ ഒരു പാത്രമുണ്ട്, മുത്തശ്ശിക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്ന പാത്രം. അത് കട്ടിലിന്റെ മണ്ടയിൽ ഇരിക്കുകയാണ്. ഇവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് അവള് തിരിച്ചിറങ്ങി പോകാൻ നിൽക്കുമ്പോൾ ഈ പാത്രം തറയിൽ ചെന്ന് വീഴും. ഇതിപ്പോ ഈ പാത്രം എങ്ങനെ തറയിൽ വീണെന്ന് അറിയാൻ പാടില്ലാതെ അത് തിരിച്ചെടുത്ത് വെക്കാനായിട്ട് അവിടെ ചെന്ന് പാത്രം എടുത്ത് തിരിച്ചു വെക്കാനായിട്ട് പോകും. ആ സമയം മുത്തശ്ശിയുടെ പ്രേതം അവിടെ ഇരിക്കുന്നതായിട്ട് ഈ പെൺകുട്ടി കാണും. ആകെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ വേറൊരു പ്രേതം. അത് മറ്റാരുമല്ല, യൂലി തന്നെയാണ്. യൂലിയെ കണ്ടിട്ട് ചേച്ചി ഇതാ മുത്തശ്ശിയുടെ പ്രേതം അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ യൂലി സമാധാനപ്പെടുത്തും. ഒന്നുമില്ല, അത് നിനക്ക് തോന്നുന്നതാ, പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടും. യൂലി മന്ത്രവാദം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനൊരു അനുഭവം വന്നത്. പിറ്റേ ദിവസം എല്ലാവരും സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. ടിക്കയും അനിയനും ഒരുങ്ങുന്നുണ്ട്. അമ്മയാണ് ഒരുക്കി കൊടുക്കുന്നത്, അതായത് സിസ്റ്ററിനോട് ടിക്ക കാര്യം പറയും, എനിക്ക് പേടിയാണമ്മ, മുത്തശ്ശി വന്നതുപോലെ എനിക്ക് തോന്നിയെന്ന്. ആ സമയം അനിയനും ഒരു കാര്യം പറയും. അവൻ കഴിഞ്ഞ ദിവസം ഓജോ ബോർഡ് കഴിച്ചപ്പോൾ മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി അവനോട് പറഞ്ഞു എനിക്ക് വേദനിക്കുന്നു എന്ന്. അത് മാത്രമേ അവനും അറിയത്തുള്ളൂ. ഇത് പറയുമ്പോൾ അമ്മ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്തിനാ ഈ കള്ളം പറയുന്നത്? അങ്ങനെ പ്രേതം പിശാചും ദൈവമൊന്നും ഇല്ല. അതായത് സിസ്റ്ററിന് ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാൽ ടിക്ക ഭയങ്കര വിശ്വാസിയാണ്. ആ സമയം അങ്ങോട്ട്
അങ്ങോട്ട് യൂലി വരും. യൂലി പുറത്തോട്ട് എവിടെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ യൂലിയോട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറയും. എന്നാൽ യൂലി ഒന്നും കേൾക്കുന്നില്ല. ഭയങ്കര അഹങ്കാരത്തിൽ ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ നീ എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരുപാട് മാറിപ്പോയി, ഇപ്പൊ നീ എന്നെ ഭരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വഴക്കിടും. എന്നാൽ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. രണ്ട് മക്കള് സിസ്റ്ററിനെ പിടിച്ചു വെക്കും, വേണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട്. ഈ യൂലി പുറത്തിറങ്ങിയിട്ട് ഭർത്താവിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അതായത് സിസ്റ്ററിന്റെ ഭർത്താവിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഇതിനുശേഷം ടിക്ക നേരെ ചെല്ലുന്നത് മദ്രസയിലാണ്. ഉസ്താദിനോട് കാര്യം പറയും, കഴിഞ്ഞ ദിവസം ഞാൻ പ്രേതത്തിനെ കണ്ടു, അതിപ്പോ എന്താ ചെയ്യാന്ന്. എന്നാൽ ഉസ്താദ് പറയും, അങ്ങനെയൊന്നുമില്ല, പ്രേതമൊന്നുമില്ല, പടച്ചോ നിന്നെ കാത്തോളും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇന്ന് വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കണം. ഏത് പ്രാർത്ഥന? ഒരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുക്കും. രാത്രിയാവുന്ന സമയത്ത് ഇന്ന് ടിക്കയുടെ വീട്ടില് പ്രാർത്ഥനയുണ്ട്. മുത്തശ്ശി മരിച്ചതിന്റെ 3-ാം പാത്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാരും കൂടെ ഇരുന്ന് യാസീൻ ഓതുകയാണ്. യാസീൻ ഓതുന്ന സമയം ഈ പെൺകുട്ടിയും കൂടെ ഓതുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവളുടെ കാഴ്ച മങ്ങുന്നത് പോലെ, ഇവൾക്ക് ക്ഷീണം ഉള്ളത് പോലെ. അതുമല്ല തൊട്ടു ഫ്രണ്ടില് ഇവളുടെ അച്ഛൻ, അമ്മ, അനിയൻ, ഇവര് 4 പേരും നിപ്പുണ്ട്. അവൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. അവര് നോക്കി ചിരിച്ചിട്ട് അവരുടെ തലയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങും. അതായത് ഭയങ്കരമായിട്ട് പൊട്ടി ഒലിക്കുന്നത് പോലെ. ഇത് കണ്ട് അവൾ ആകെ പേടിച്ചു പോകും. പിന്നെ മുത്തശ്ശിയും കൂടെ ഉണ്ട് കേട്ടോ. മുത്തശ്ശിയും ആ ഫാമിലി ഫോട്ടോയിലുണ്ട്. അവരുടെ തലയിൽ നിന്ന് ചോര വരുന്നുണ്ട്. അവര് പ്രേതത്തെ പോലെയാണ് ഇരിക്കുന്നത്. ഇതും കണ്ട് അവൾ ഒറ്റ ഞെട്ടലാണ്. ഇത്രയും നേരം കണ്ടത് അവളുടെ വെറും തോന്നല് മാത്രമായിരുന്നു, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അവൾ ആകെ പേടിച്ച് അമ്മയുടെ അടുത്ത് ചേർന്നിരിക്കും. അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കും. ഒരുപാട് പേടിച്ചു പോയി. ഈ നേരം അനിയൻ റൂമിൽ ഓജോ ബോർഡ് കളിക്കുകയാണ്. മുത്തശ്ശി നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്നെ കാണാനായിട്ട് വരുമോ? മുത്തശ്ശി ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഇവിടെ ഉണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ആ കോയിൻ അവിടെ നനങ്ങും. ഇത് കണ്ടിട്ട് അവന് സന്തോഷമാവുന്നുണ്ട്, പേടിയൊന്നും ആവുന്നില്ല, കുട്ടിയല്ലേ. ഈ നേരം യൂലി എന്തു ചെയ്യാന്ന് നോക്കിയാല് അവള് ഏതൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആ ഡെഡ് ബോഡി ഒളിച്ചു വെച്ചേക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. മന്ത്രവാദിയുടെ വീട്ടിൽ നിന്ന് അത് മാറ്റിയിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് ഒളിച്ചു വെച്ചേക്കുന്നിടത്ത് വരും. അവിടെ വന്നിട്ട് ആ ബോഡിന്റെ കഴുത്ത് കീറുകയാണ്. കഴുത്ത് കീറിയിട്ട് അതിനകത്തൊരു മന്ത്രവാദം വെച്ചിട്ട് കുറെ ഈർക്കലോ മുള്ളോ വെച്ച് അതിനെ കുത്തിവെക്കും. അതിന്റെ എഫക്ട് എവിടെ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ആ പയ്യന്റെ അടുത്താണ്. അവൻ അവിടെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുകയാണ് മുത്തശ്ശിയോട് ചോദിച്ചിട്ട്. ആ സമയം ഒരു ഈച്ച അതിങ്ങനെ പറന്നിട്ട് അവന്റെ ചെവിയിൽ കയറിപ്പോവും. ചെവിയിൽ കയറിയിട്ട് ഗുരുഗുരു എന്ന് പറഞ്ഞ ഒരു ശബ്ദം വെക്കുമ്പോൾ അവന് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. ചെവി പൊത്തിപ്പിടിച്ച് അവൻ അലറിയിട്ട് ഈ ഈച്ചേനെ ഇറക്കാനായിട്ട് സ്വന്തം തല അവിടുത്തെ അലമാരയിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചിടിച്ച് അവസാനം ചോര വരുന്നുണ്ട്. ഈച്ച പോകുന്നില്ല. എന്നിട്ടും അവന് വേദന മാറാത്തത് കൊണ്ട് തന്നെ തറയിരിക്കുന്ന ഓജോ ബോർഡ് എടുക്കും. അതേ നേരം ടിക്ക ഉസ്താക്കന്മാർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ അവൾ ശബ്ദം കേൾക്കും, അനിയൻ കരയുന്നത് പോലെ. അവന്റെ റൂമിൽ ചെല്ലുമ്പോൾ അത് പൂട്ടിയിട്ടേക്കാണ്. തുറക്കടാ എന്ന് പറയുമ്പോൾ അവൻ തുറക്കുന്നില്ല. അവൾ ആകെ ടെൻഷനായിട്ട് അത് തള്ളി തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ അവൾ എന്താ കാണുന്നത്? മറ്റവൻ ഓജോ ബോർഡ് എടുത്തില്ലായിരുന്നോ? അതെടുത്ത് തലയിൽ അടിച്ച് കയറ്റിയിട്ട് ഓജോ ബോർഡിന്റെ മൂർച്ചയുള്ള ഭാഗം പിറകിലോട്ട് ഒറ്റ വലിയാണ്. അത് അവന്റെ കഴുത്തിൽ കുത്തി കയറി അവിടെ തന്നെ അവൻ മരിച്ചു വീഴും. ടിക്ക വിടില്ല, ഓടി അടുത്ത് ചെല്ലുകയാണ് അലറിക്കൊണ്ട്. ഈ അലർച്ച കേട്ടിട്ട് അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വരും. അവര് നോക്കുമ്പോൾ എന്താ കാണുന്നത്? സ്വന്തം മോൻ ബോർഡ് എടുത്ത് കഴുത്തിൽ കുത്തിക്കയറ്റി മരിച്ചു കിടക്കുന്നു. ആരായിരുന്നാലും സയ്യോ ഇല്ല. ഇവരെല്ലാരും കൂടെ ആ പയ്യന്റെ ചുറ്റും ഇരുന്ന് കരയാണ്. പയ്യൻ മരിച്ചുപോയി. പിറ്റേ ദിവസം ഖബറടക്കമാണ്. ആ പയ്യനെ കൊണ്ടുവന്ന് അടക്കും. ഖബറടക്കി കഴിഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ പോവാണ്. യൂലി അവിടെ തന്നെ നിപ്പുണ്ട്. അതുപോലെ കൂട്ടുകാരനും നിപ്പുണ്ട്. കൂട്ടുകാരന് ഭയങ്കര കുറ്റബോധം. ഇങ്ങനെയൊന്നും ആവുമെന്ന് അവ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. യൂലിനെ അവർ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയായിരുന്നു. ചെറിയ എന്തെങ്കിലും പണി കൊടുക്കുമെന്ന് വിചാരിച്ചാല് അവരെ മൃഗിയായിട്ട് കൊന്നോണ്ടിരിക്കുകയാണ് യൂലി. ഇതൊക്കെ വേണോ? ഇതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ തുടക്കം തൊട്ടേ എന്റെ കൂടെ നീയും ഉണ്ട്, അതുകൊണ്ട് തന്നെ നീയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, നീ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് യൂലി ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവന് നല്ല കുറ്റബോധമാണ്. കാരണം യൂലി മനുഷ്യരെ കൊന്നുകൊണ്ടാണ് ഇരിക്കുന്നത്, എവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ആ പയ്യനും ടിക്കയും യൂലിയോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. എന്നാൽ കൊല്ലുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ടിക്ക വന്ന് ഉസ്താദിനെ കാണും. ഉസ്താദെ പ്രേതമുണ്ട്, എന്റെ അനിയനെ പ്രേതമാണ് കൊന്നതെന്നൊക്കെ പറയുമ്പോൾ ഉസ്താദ് അവളോട് പറയും, ഇനിയിപ്പോ പ്രേതം ഉണ്ടെങ്കിൽ തന്നെ മോള് വീട്ടിൽ പോയിട്ട് ഈ ഒരു ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ദുആ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ അന്ന് രാത്രി അവള് വന്നിട്ട് ദുആ ചെയ്യാൻ തുടങ്ങും. അവള് ദുആ ചെയ്തിട്ട് ആമീൻ പിടിക്കുകയാണ്. കൂടെ തന്നെ വേറൊരാളും കൂടെ ആമീൻ പിടിക്കും. മറ്റാരും അല്ല, പ്രേതം തന്നെയാണ്. എന്നാൽ അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രേതത്തിനെ കാണാനില്ല. അവിടെ ആരുമില്ല. ഇനിയിപ്പോ അവൾക്ക് തോന്നിയതാന്ന് അവള് വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം സിസ്റ്റർ കടയിൽ പോകാനായിട്ട് ഇറങ്ങാണ്. അവർക്ക് വീട്ടിലിരുന്നിട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു ജോലി ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ ഭർത്താവ് വിടുന്നില്ല. നമ്മുടെ മോൾ മരിച്ചിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ, പോണ്ട, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ സിസ്റ്ററിന് വേറെ വഴിയില്ല. അവർക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ കടയിൽ പോവാന്ന് പറഞ്ഞിട്ട് പോകും. യൂലി ഇതെല്ലാം കണ്ട് ആകെ സന്തോഷിച്ച് അവിടെ നിൽപ്പുണ്ട്. യൂലിക്ക് ആ മോൻ മരിച്ചതിലൊന്നും യാതൊരു വിഷമവും ഇല്ല. ഇവരോടുള്ള പ്രതികാരമാണ് വലുത്. പിന്നീട് ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കടയിൽ പോകും. സിസ്റ്റർ, അതുപോലെ ഭർത്താവ്, യൂലി അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഭർത്താവിന്റെ കൈ എന്തുകൊണ്ട് മുറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അടുത്തൊരു ബാൻഡേജുമായിട്ട് യൂലി ഓടിച്ചെല്ലും. അവനത് കെട്ടിക്കൊടുക്കും. എന്നിട്ട് അവന്റെ അടുത്തോട്ട് ചേർന്നിരിക്കുകയാണ്. അവന്റെ മുഖത്തോട്ട് അങ്ങനെ നോക്കുന്നുണ്ട്, അവനെ സെഡ്യൂസ് ചെയ്യുന്നത് പോലെ. എന്തായാലും അയാള് അവിടെ നിന്ന് മാറിപ്പോവും. ഇവള് മനഃപൂർവ്വം 2 ബോട്ടിൽ എടുത്തിട്ട്, അതായത് കുപ്പിയുടെ ബോട്ടിൽ എടുത്തിട്ട് തറയിലിട്ട് അങ്ങ് പൊട്ടിച്ചു കളയും. ഇത് കാണുന്ന സിസ്റ്ററിന് സഹിക്കത്തില്ല. അവരടുത്ത് വന്നിട്ട് നീ കച്ചവടം പൂട്ടിക്കോടി, എപ്പം നോക്കിയാലും ഓരോ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് യൂലിനെ ചീത്ത പറയുമ്പോൾ ഭർത്താവ് അങ്ങോട്ട് വന്നിട്ട് ഭാര്യനെ ചീത്ത പറയും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ പെൺകുട്ടി അറിയാതെ പൊട്ടിച്ചതല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ
സിസ്റ്റർ ഭർത്താവിനോട് ദേഷ്യപ്പെടും. ഭർത്താവ് പറയും, നീ ആ പെൺകുട്ടീനെ ഒരു അടിമയെ പോലെയാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ഒരു അടിമേനെയാണ് ആവശ്യം. ആ പെൺകുട്ടി കുട്ടിക്കാലം തൊട്ടേ നിന്റെ കുടുംബത്തിന് ഒരു അടിമയെ പോലെ കിടക്കാണ്. ഇപ്പൊ നീ എന്നെ കെട്ടിയത് തന്നെ കണ്ടോ, ഞാൻ പാവപ്പെട്ട വീട്ടിലായോണ്ടാണ് നീ എന്നെ കെട്ടിയത്, എന്നെ ഒരു അടിമയെ പോലെ നോക്കാനായിട്ട്. ഭർത്താവെ അത് ചെയ്, ഇത് ചെയ്, പാചകം ചെയ് എന്നൊക്കെയല്ലേ നീ എന്നോട് ആജ്ഞാപിക്കുന്നത്, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് അയാൾ വഴക്കിട്ടിട്ട് അവിടെ നിന്ന് കാർ എടുത്ത് പോവാണ്. ഇതൊക്കെ കണ്ട് യൂലി സന്തോഷപ്പെട്ട് അവിടെ ഇരിപ്പുണ്ട്. യൂലി അവരുടെ കുടുംബ കലഹം ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. യൂലി മനഃപൂർവ്വം പൊട്ടിച്ചതല്ലേ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭർത്താവ് ആരുടെ കൂടെ നിൽക്കുമെന്ന് കാണാനായിട്ട്. ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോൾ യൂലിന്റെ കൂടാണ് നിന്നത്. യൂലിന്റെ കൂടെ നിന്നതല്ല, അയാൾക്ക് മനസാക്ഷി തോന്നിയിട്ട് പറഞ്ഞതാണ്. അറിയാതെ കയ്യിൽ നിന്നൊക്കെ വീണ് പൊട്ടുമല്ലോ, അതുകൊണ്ടായിരിക്കണം. ഇയാൾ അവിടെ നിന്ന് പിണങ്ങി പോകുമ്പോൾ സിസ്റ്ററിന് വിഷമാവുന്നുണ്ട്. പിന്നീട് ഇയാൾ വീട്ടിൽ വന്നിട്ട് ചായ ഇടുകയാണ്. നല്ല ടെൻഷനുണ്ട്. ആ സമയം അങ്ങോട്ട് യൂലി കൂടെ വരും. അവള് കടയൊക്കെ കളഞ്ഞിട്ട് ഇറങ്ങി വന്നെയാണ്. ഇയാളുടെ അടുത്തോട്ട് വന്നിട്ട് ഇയാളെ കെട്ടിപ്പിടിക്കും. ഇയാൾ ഒന്നാമത് വിഷമിച്ച് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇയാൾ തടയാനൊന്നും നിൽക്കുന്നില്ല. ഒന്നുമില്ല, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് യൂലി ഭർത്താവിനെ വിളിച്ച് റൂമിലോട്ട് പോകും. അവനെ സെഡ്യൂസ് ചെയ്ത് അവന്റെ ഡ്രസ്സൊക്കെ വലിച്ചൂരി കളയാണ്. അവളുടെ ഡ്രസ്സും കളയുന്നുണ്ട്. ഈ സമയം സിസ്റ്റർ ആണെങ്കിൽ ഇയാളെ വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല. കാരണം ഇയാൾ യൂലിന്റെ കൂടല്ലേ, അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാത്തതുകൊണ്ട് കൂട്ടുകാരനോട് വീട്ടിലോട്ടാക്കാൻ പറയും. സിസ്റ്ററും കടയൊക്കെ അടച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഈ നേരം യൂലിയും ഭർത്താവും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. യൂലി അയാളോട് ചോദിക്കും, ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കത്തില്ലേ, എന്റെ കൂടെ വരത്തില്ലേ, നമുക്ക് ഒരുമിച്ച് നല്ലൊരു ജീവിതം ജീവിക്കാം. എന്നാൽ ഭർത്താവ് പറയും, അതൊന്നും നടക്കത്തില്ല, കാരണം എനിക്കൊരു കുടുംബമുണ്ട്. ഇത് കേൾക്കുന്ന യൂലിക്ക് ദേഷ്യം വന്നിട്ട്, എന്നാ പിന്നെ ഇത് നിന്റെ ഭാര്യ അറിഞ്ഞാൽ എന്താവുമെന്ന് അറിയാമോ, ഞാൻ നിന്റെ ഭാര്യയോട് പറയട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ദേഷ്യപ്പെട്ടിട്ട്, നീ നിന്റെ അമ്മേനെ പോലൊരു വൃത്തികെട്ട സ്ത്രീയാന്ന് പറഞ്ഞിട്ട് അവൻ അവളോട് ദേഷ്യപ്പെടും. എന്റെ അമ്മേനെ പറ്റി പറഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് അവനോട് തിരിച്ചു പറയും. അവന് വഴക്കിടാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നേരെ ഇറങ്ങി ചെല്ലുന്നത് മറ്റാരുടെ മുമ്പിലല്ല, സ്വന്തം മോളുടെ മുമ്പിലാണ്. അവള് സ്കൂളിൽ പോയിട്ട് കയറി വന്നെയാണ്. അവൾ ഇത് കണ്ട് ആകെ തകർന്നു പോകുന്നുണ്ട്. അകത്ത് യൂലി ഉണ്ടോന്ന് നോക്കാനായിട്ട് എത്തി നോക്കുമ്പോൾ ഭർത്താവ് സമ്മതിക്കത്തില്ല. ഒന്നുമില്ല മോളെ, ഞാൻ നിന്റെ അമ്മയോട് പിന്നെ പറഞ്ഞോളാം, ഇപ്പൊ നീ അമ്മയോട് പറയല്ലേ, അമ്മേനെ ടെൻഷൻ അടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോവും. കുട്ടി ആകെ തകർന്നു പോകും. സ്വന്തം അച്ഛൻ വേറൊരു സ്ത്രീയുടെ കൂടെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അത് സ്വന്തം ആന്റിയുടെ കൂടാണ്. ഈ നേരം സിസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട്, എന്നാൽ വീട്ടിൽ കയറുന്നില്ല. ആ മനുഷ്യനുമായിട്ട് വഴക്കിട്ടില്ലേ, അതുകൊണ്ട് ആ ടെൻഷനിൽ പുറത്ത് നിൽക്കുകയാണ്. രാത്രിയാവുന്ന സമയത്ത് ആരും അറിയാതെ യൂലി വീട്ടിൽ നിന്ന് പതിയെ പതുങ്ങി പുറത്തിറങ്ങുന്നുണ്ട്. അവൾക്ക് മന്ത്രവാദം ചെയ്യണമല്ലോ ആ ബോഡീനെ വെച്ച്, അതുകൊണ്ട് തന്നെ മന്ത്രവാദം ചെയ്യാനായിട്ടാണ് രാത്രി പോയിക്കുന്നത്. ഈ സമയം നമ്മുടെ പെൺകുട്ടി ടിക്ക വീട്ടിൽ നിസ്കരിക്കുകയാണ്, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ആ സമയം പിറകിലൊരു രൂപമുണ്ട്. ഇവള് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതും പ്രാർത്ഥന ചൊല്ലാനായിട്ട് തുടങ്ങും. പിറകിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാവും, പക്ഷേ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രൂപത്തിനെ കാണാനില്ല. ഈ പ്രേതങ്ങള് ദൈവവചനം ചൊല്ലുന്നുണ്ട്. അടിപൊളി പ്രേതമല്ലേ. ഈ നേരം യൂലി ആ ഒരു ബോഡി കിടക്കുന്ന സ്ഥലത്ത് വരും. ആ ബോഡിയുടെ ഏതോ ഒരു ഭാഗം കീറിയിട്ട് അതിനകത്ത് വേറൊരു മന്ത്രവാദം എഴുതി വെക്കുന്നുണ്ട്. എന്നാൽ ഇവള് മന്ത്രവാദം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉസ്താദ് പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ഉസ്താദ് നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പവർ ഉസ്താദിനുണ്ട്. ഉസ്താദ് നമ്മുടെ ടിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കയ്ക്ക് ഒന്നും ഏൽക്കത്തില്ല. ടിക്കയ്ക്ക് ചെയ്യുന്ന മന്ത്രവാദം യൂലിക്ക് ഏൽക്കുകയാണ്. യൂലി അവിടെ മന്ത്രവാദം ചെയ്യുമ്പോൾ അവളുടെ കറണ്ട് പെട്ടെന്ന് തന്നെ ഓഫായി പോകും. അവിടുത്തെ ലൈറ്റ് ഓഫായി പോകും. അതുകൊണ്ട് തന്നെ അവളൊരു തീപ്പെട്ടി എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന റാന്തൽ വിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കും. അതിനുശേഷം തൊട്ടടുത്തിരിക്കുന്ന ഒരു മെഴുകുതിരി കത്തിക്കാനായിട്ട് പോകും. ഈ സമയം ആ ഒരു ഡെഡ് ബോഡി എണീക്കുന്നുണ്ട്. ജീവനോട് വന്നതുപോലെ എണീക്കുന്നുണ്ട്. അവള് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഡെഡ് ബോഡിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവള് മെഴുകുതിരി കത്തിക്കാനായിട്ട് തീപ്പെട്ടി ഉരയ്ക്കും. തീപ്പെട്ടി ഉരയ്ക്കുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ ഒരു പ്രേതം പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് അവൾ ആകെ പേടിച്ചു പോയി. എവള് മന്ത്രവാദം ചെയ്യാൻ നോക്കിയിട്ട് അത് തിരിച്ച് വലിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പ്രേതം നിൽപ്പുണ്ട്. പക്ഷെ പ്രേതം എവളൊന്നും ചെയ്യുന്നൊന്നുമില്ല. പ്രേതം അവിടെ നിന്ന് മാഞ്ഞുപോയി. അതേ നേരം ഭർത്താവും ഭാര്യയും വീട്ടിൽ കിടന്നുറങ്ങാണ്, സിസ്റ്ററും ഭർത്താവും. എന്നാൽ സിസ്റ്റർ നല്ല ഉറക്കത്തിലാണെങ്കിലും ഭർത്താവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ കിടക്കുകയാണ്. ആ സമയം അയാളുടെ തൊണ്ടയിൽ എന്തോ പിടിക്കുന്നത് പോലെ ഓക്കാനിക്കാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി ബാത്റൂമിൽ വരും. അയാൾ ഓക്കാനിക്കും. ബ്ലഡാണ് ഓക്കാനിക്കുന്നത്. ആ ബ്ലഡിന്റെ കൂട്ടത്തിൽ തന്നെ എന്തോ ഒരു എല്ലും കഷ്ണമൊക്കെ കിടപ്പുണ്ട്. ഇയാൾക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവത്തില്ല. ആ നേരം ഒരു പാറ്റ പറന്നിട്ട് ഇയാളുടെ മുഖത്ത് വന്ന് കയറും. അയാൾ അതിനെ അടിച്ചു കൊല്ലാൻ നോക്കുമെങ്കിൽ ഈ പാറ്റ എങ്ങനെയൊക്കെയോ ഇയാളുടെ തൊലിയുടെ അടിയിൽ കയറുന്നുണ്ട്. തൊലിയുടെ അടി കൂടെ മുഖത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. എന്നിട്ട് കണ്ണിന്റെ ഭാഗത്ത് വരും. ഇയാൾ ആകെ വേദനിച്ച് കരഞ്ഞിട്ട് ആ പാറ്റേനെ കണ്ണ് വഴി പുറത്തോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ കരച്ചില് അവിടെ ഉറങ്ങിക്കിടക്കുന്ന സിസ്റ്റർ കേൾക്കുന്നുണ്ട്. ആ നേരം എല്ലാം മനുഷ്യനാണെങ്കിൽ കണ്ണ് പറിച്ചെടുത്തിട്ടുണ്ട്. വേദന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ബാത്ത് ടബിന്റെ ഭാഗത്ത് ഒരു പ്രേതം നിൽക്കുന്നു. അത് കണ്ട് അയാൾ പേടിച്ച് തെന്നിയടിച്ച് തറയിൽ വീഴും. അയാൾ മരണപ്പെട്ടു പോയി. ഈ നേരം കൊണ്ട് സിസ്റ്റർ എങ്ങനെയൊക്കെയോ തല്ലി പൊളിച്ച് അകത്ത് കയറുന്നുണ്ട്. ബാത്റൂം കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് അകത്ത് കയറി നോക്കുമ്പോൾ ഈ പെൺകുട്ടി ചവിട്ടിയിരിക്കുന്നത് ഒരു കണ്ണിലാണ്. അതായത് ആ മനുഷ്യന്റെ കണ്ണിലാണ് അവള് ചവിട്ടിയിരിക്കുന്നത്. ആകെ കണ്ട് പേടിച്ച് അന്താളിച്ചു പോകും. ഈ നിലവിളി ശബ്ദവും എല്ലാം കേട്ടുകൊണ്ട് തന്നെ യൂലി പുറത്ത് നിൽപ്പുണ്ട്. യൂലിക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. അവളെ ദ്രോഹിച്ച കുടുംബം പിടയുന്നതും വേദനിക്കുന്നതും കാണുമ്പോൾ അവൾക്ക് സന്തോഷമാണ്. പിറ്റേ ദിവസം മരണ നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൈകെട്ടി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം
ശേഷം യൂലിയുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി, അതായത് അവൾക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാരൻ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ യൂലിയുടെ സന്തോഷമാണ് കാണുന്നത്. അതേപോലെ തന്നെ സിസ്റ്ററിന്റെ കുട്ടിയായിട്ടുള്ള ടിക്ക അവിടെ നിൽപ്പുണ്ട്. ടിക്ക നിസ്കരിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ ഒരു ശവപ്പറമ്പിൽ എത്തിപ്പെടും. ഖബറൊക്കെ അടക്കുന്ന ആ ഒരു പള്ളിപ്പറമ്പിൽ എത്തിപ്പെടും. അവൾ പേടിച്ച് ചുറ്റും നോക്കുമ്പോൾ അവൾ ഇരുട്ടത്ത് ആ ഖബറടക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. വിടില്ല അവള് വീണ്ടും പ്രാർത്ഥിക്കാനായിട്ടും നിസ്കരിക്കാനായിട്ടും തുടങ്ങും. പേടിച്ച് കണ്ണുറക്കുമ്പോൾ അവൾ പഴയതുപോലെ തന്നെ നേരത്തെ നിസ്കരിച്ച ആ വീട്ടിൽ തന്നെയാണ്. ഈ സമയം കൊണ്ട് നിസ്കാരം തീർന്നു. അതുകൊണ്ട് തന്നെ തല 2 ഭാഗത്തോട്ട് ആക്കണം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം. അത് നിസ്കാരത്തിന്റെ ഏറ്റവും ഒരു അവസാന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവളും അതുപോലെ ചെയ്യും. ഇടതേ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്? കുറേയധികം പ്രേതങ്ങൾ വാ പൊളിച്ച് നിൽക്കുന്നു. ഇത് കണ്ട് അവള് പേടിച്ച് കണ്ണു തുറക്കുമ്പോൾ അവള് വീണ്ടും ആ ശവപ്പറമ്പിലാണ്. അതുമല്ല അവളുടെ തൊട്ട് ഫ്രണ്ടില് ഒരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 6 അടി വീതിയിലുള്ള ഒരു കുഴി, ഒരു കബറടം. അതിൽ നിന്നൊരു പ്രേതം പൊങ്ങി വന്നിട്ട് ഈ കുട്ടീനെ പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് പിടിച്ചു വലിക്കും. അവൾ ആകെ പേടിച്ച് അലറുന്ന സമയത്ത് എല്ലാരും കൂടെ വന്ന് കുട്ടീനെ പിടിക്കുകയാണ്. അവള് ബോധത്തിലോട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ പെൺകുട്ടി എന്തിനാ കരഞ്ഞെന്ന് അറിയാൻ പാടില്ല. അത് അടുത്ത് വന്ന് സമാധാനപ്പെടുത്തും. ഉസ്താദ് അവൾക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പേടിക്കേണ്ട മോളെ, നിന്റെ തോന്നലാന്ന് പറഞ്ഞിട്ട്. പിന്നീട് ടിക്കേനെയും വിളിച്ച് അമ്മ അകത്തോട്ട് കയറി വരും. അമ്മേനെ കെട്ടിപ്പിടിച്ചിരുന്ന് ടിക്ക കരയാണ്. അമ്മ ആരോ നമ്മളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ നോക്കുന്നതാണ്. ഇതൊന്നും ഒരിക്കലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ 3 മരണങ്ങളായി. എനിക്കിനി അമ്മ കൂടെ ഉള്ളു നഷ്ടപ്പെടാനായിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല. എന്നാൽ ഈ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് അങ്ങനെ നിന്നു കൊടുക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മോളെ എന്ന് പറയും. പിറ്റേ ദിവസം കുട്ടി പള്ളിയിൽ പോകും. അവിടെ പോയിരിക്കുമ്പോൾ ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. പടച്ചവൻ പല പരീക്ഷണങ്ങളും നൽകും. ചിലപ്പോൾ അത് സാമ്പത്തികം തിരിച്ചെടുത്തിട്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാളെ തിരിച്ചെടുത്തിട്ടാവാം. അതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പാടില്ല. വീണ്ടും വീണ്ടും എണീക്കണം. പിന്നെ ഒരിക്കലും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു ഉസ്താദ് സമാധാനപ്പെടുത്തും. ഉസ്താദിനും വിഷമാവുന്നുണ്ട്. ആ കുട്ടിയുടെ ബന്ധുക്കളാണ് അടുത്തടുത്ത് മരിച്ചു പോയിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഈ സമയം അമ്മ വീട്ടിൽ നിൽക്കുകയാണ്. അതായത് സിസ്റ്റർ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് യൂലിയുടെ റൂമില് ഡോറ് തുറക്കും. ഇതിപ്പോ ആരാ തുറന്നതെന്ന് അറിയാൻ പാടില്ല. അത് പതിയെ അവളുടെ റൂമിൽ ചെന്ന് നോക്കും. അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്വന്തം ഭർത്താവിന്റെ കോട്ട് അവിടെ കിടക്കുകയാണ്. അത് കണ്ട് ആ സ്ത്രീക്ക് മനസ്സിലായി ഭർത്താവും യൂലിയായിട്ട് ബന്ധത്തിലുണ്ടായിരുന്നു. ആ സമയമായിരിക്കും യൂലിയുടെ അകത്തോട്ട് കയറി വരുന്നത്. എന്റെ ഭർത്താവിന്റെ കോട്ട് എന്താ നിന്റെ റൂമിലെന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് അറിയത്തില്ലേ നിന്റെ ഭർത്താവിന്റെ കോട്ട് എന്താ എന്റെ റൂമിലെന്ന്? അങ്ങനെ വരണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇതേക്കുന്ന സിസ്റ്ററിന് ദേഷ്യം വന്നിട്ട് നീ നിന്റെ അമ്മേനെ പോലെ വൃത്തികെട്ട സ്ത്രീയാന്ന് പറഞ്ഞിട്ട് അവൾ അടിക്കും. എന്നാൽ യൂലി ഇപ്രാവശ്യം വെറുതെ ഇരിക്കത്തില്ല. തിരിച്ചടിച്ച് സിസ്റ്ററിനെ കട്ടിലിടും. സിസ്റ്റർ വെറുതെ വിടത്തില്ല. നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടടി? എന്റെ അമ്മ മരിച്ചതിന് ശേഷം നീ എന്നോട് മോശമായിട്ടാ പെരുമാറുന്നതെന്നും പറഞ്ഞ് യൂലിയുടെ മുടി കുത്തിപ്പിടിച്ച് യൂലിനെ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താകും. ഡോറും അടയ്ക്കും. യൂലിക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഡോർ അടച്ചിട്ട് ആ സ്ത്രീ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇവർ ഈ വഴക്കിന്റെ ഇടയിൽ പറയുന്നുണ്ട് നീയാണ് എന്റെ കുടുംബത്തിന് കൊന്നേന്ന്. എവള് കാരണം, യൂലി കാരണമാണ് എല്ലാരും മരിച്ചു പോയെന്ന്. പക്ഷെ ഇവർക്ക് അതിലൊന്നും വിശ്വാസമില്ല. യൂലി പുറത്തു നിന്ന് കുറച്ചേരം കരഞ്ഞിട്ട് അകത്ത് നിൽക്കുന്ന സിസ്റ്ററിനോട് ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയും നീ ഞാൻ ഒരേപോലെ, നിന്റെ കുടുംബവും നഷ്ടപ്പെട്ടു, എന്റെ കുടുംബവും നഷ്ടപ്പെട്ടു, ഇനി നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നതേ ഉള്ളെന്ന് ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് യൂലി. രാത്രിയാവുന്ന സമയത്ത് യൂലി നടന്ന് ഇവള് വർക്ക് ചെയ്യുന്ന ആ കടയിൽ ചെല്ലും. അവിടെ തന്നെ കൂട്ടുകാരൻ നിൽപ്പുണ്ട്. കൂട്ടുകാരനോട് ടിക്ക എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ട് യൂലി കാണും. ടിക്ക അവിടെ നിന്ന് പോയതിനു ശേഷം യൂലി കൂട്ടുകാരനോട് ചെന്ന് ചോദിക്കും നീ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോ? എന്തിനാടാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവളോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ യൂലി കുറച്ച് പൈസ എടുത്ത് അവന് നീട്ടും. എന്നാൽ അവൻ വാങ്ങുന്നില്ല. എല്ലാരും നിന്നെ പോലെ പൈശാചിക മനസ്സുള്ള ആൾക്കാരല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തോട്ട് കയറിപ്പോവും. അവൻ ഇതിനൊന്നും താല്പര്യമില്ല. അതൊക്കെ ബ്ലഡ് മണി ആണെന്ന് അവന് നന്നായിട്ട് അറിയാം. പിന്നീട് യൂലി വന്നിട്ട് ആ ഒരു സ്ഥലത്ത് വന്ന് മന്ത്രവാദം ചെയ്യാണ്. ആ ബോഡിയുടെ വേറൊരു ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കി അതിനകത്ത് ആ മന്ത്രവാദം വെക്കും. ഈ ബോഡി കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഒന്നും ഇല്ല. ഈ സമയം നമ്മുടെ കൂട്ടുകാരൻ കടയിൽ നിന്ന് ജോലി ചെയ്യാണ്. കട അടയ്ക്കണേ മുമ്പ് ഒന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഷട്ടർ ഇടാനായിട്ട് ഷട്ടർ വലിച്ച് താഴോട്ട് താക്കും പൂട്ടുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഒരു സിഗരറ്റ് വലിക്കാന്ന് പറഞ്ഞ് സിഗരറ്റ് എടുക്കാൻ നിൽക്കുന്ന നേരം ഈ ഷട്ടർ മണ്ടിലോട്ട് ഒറ്റ പൊങ്ങലാണ്. ഇതിപ്പോ സ്വാഭാവികമല്ലേ, ഷട്ടർ ആകുമ്പോ പൊങ്ങത്തില്ലേ. അതുകൊണ്ട് തന്നെ വീണ്ടും അടയ്ക്കാന്ന് പറഞ്ഞിട്ട് അവൻ അത് അടയ്ക്കാനായിട്ട് ചെല്ലും. വീണ്ടും അടയ്ക്കും. അടച്ചിട്ട് വീണ്ടും ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് വരുമ്പോ ഇത് വീണ്ടും ഒറ്റ പൊങ്ങലാണ്. അതുമല്ല പിന്നിലായിട്ട് ഒരു രൂപമുണ്ട്. അവൻ ആകെ പേടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ രൂപമൊന്നുമില്ല. ഇതിപ്പോ എന്താ ഇങ്ങനെയെന്ന് അറിയാൻ പാടില്ലാതെ അവൻ പേടിച്ച് പതിയെ കടയുടെ അകത്തോട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് അകത്ത് നോക്കുമ്പോൾ ഈ ഷട്ടർ പെട്ടെന്ന് ഒറ്റ അടയലാണ്. അവൻ അതിന്റെ അകത്ത് കുടുങ്ങിപ്പോയി. അതുപോലെ അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാ അതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. കുറെ കുപ്പിയും പാട്ടൊക്കെ ദൂരോട്ട് തെറിച്ചു പോകുന്നുണ്ട്. അവൻ പേടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ എന്തോ ഒരു സംശയം തോന്നിട്ട് പതിയെ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശി പ്രേതം അവിടെ നിൽപ്പുണ്ട്. ആകെ പേടിച്ച് അവൻ തറയിൽ വീഴുകയാണ്. തറയിൽ കുറെ അട്ടയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ലീച്ചില്ലേ രക്തം കുടിക്കുന്ന അട്ട, അത് കിടപ്പുണ്ടായിരുന്നു. അത് അവന്റെ മുഖത്ത് കയറി പിടിക്കും. മുഖമെല്ലാം വലിച്ചു പറിച്ച് തിന്നെയാണ് അത്. അതിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അവന്റെ മുഖം. അവൻ ആകെ പേടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷട്ടർ വലിച്ചു പൊക്കി എങ്ങനെയൊക്കെ അതിന്റെ ഇടയിൽ കൂടെ ഞൊഴഞ്ഞ് അപ്പുറം പോകുന്നുണ്ട്. ഇവൻ ഞൊഴഞ്ഞ് അവന്റെ മുഖത്തുള്ള തൊലിയും ദേഹത്തുള്ള തൊലിയൊക്കെ പോകുന്നുണ്ട്. ഈ ഷട്ടർ മണ്ടയിലോട്ട് ഒറ്റ പൊങ്ങലാണ്. ഇവൻ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ കിടക്കുമ്പോൾ
മണ്ടയിലോട്ട് പോയ ഷട്ടർ ഒറ്റ താടലാണ്. അവന്റെ തലയിൽ വന്ന് അടിച്ചിട്ട് തല രണ്ടായിട്ട് പിളർന്നു പോകും. യവനെ മന്ത്രവാദം ചെയ്ത് കൊന്നത് മറ്റാരുമല്ല, യൂലി തന്നെയാണ്. ഇനിയിപ്പം യവൻ സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താൽ യൂലിക്ക് പണിയാവത്തില്ലേ? അതുകൊണ്ട് തന്നെ യവനിട്ടൊരു പണി കൊടുത്തതാണ് യൂലി. പിറ്റേ ദിവസം ടിക്കയും സിസ്റ്ററും കൂടെ അങ്ങോട്ട് വരും. കടയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം ആൾക്കൂട്ടമാണ്. ഇത് എന്റെ കടയാണ്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ് പോലീസുകാരോട് പറഞ്ഞിട്ട് അകത്തോട്ട് ചെല്ലുമ്പോൾ ആ ഡെഡ് ബോഡി കണ്ട് സിസ്റ്റർ ബോധം കെട്ട് വീഴും. അവരാകെ തളർന്നു പോയിട്ടുണ്ട്. ഇപ്പം കുറെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ ഇവർ കുറച്ച് ദിവസമായിട്ട് കാണുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് യൂലി മാറി നിൽപ്പുണ്ട്. അവളുടെ മുഖത്ത് ആ ക്രൂരതയുടെ ചിരിയും ഉണ്ട്. അന്ന് രാത്രി തന്നെ യൂലി പോയിട്ട് വീണ്ടും മന്ത്രവാദം ചെയ്യാൻ തുടങ്ങും. അടുത്തൊരു ഭാഗം കീറിയിട്ട് അതിനകത്തൊരു മന്ത്രവാദം വയ്ക്കും. ഈ സമയം നമ്മുടെ ടിക്ക വീട്ടില് അച്ഛന്റെ അമ്മയുടെയും ഫാമിലി ഫോട്ടോ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കുറച്ച് പുഴുക്കള്, ചോരയിൽ പൊതിഞ്ഞ പുഴുക്കള് ഫോട്ടോയിൽ വന്ന് വീഴും. ഇവളെന്താ സംഭവം എന്നറിയാതെ പേടിച്ച് കട്ടിലിൽ നിന്ന് എണീറ്റ് മാറുമ്പോൾ മണ്ടയിലത്തെ സീലിംഗ് പൊളിഞ്ഞിട്ട് അത് കട്ടിലിൽ വന്ന് വീഴും. അവൾ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ആ സീലിംഗ് അവളുടെ മണ്ടയിൽ തന്നെ വന്ന് വീഴുന്നതിന് അവൾ എങ്ങനെ രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫായി പോകും. അതായത് കറണ്ട് പോകും. അമ്മയ്ക്ക് ഇനിയിപ്പോ എന്തായി കാണുമെന്ന് അറിയാൻ പാടില്ലാതെ ലൈറ്റ് എടുത്ത് അമ്മേനെ തപ്പി അമ്മേന്റെ റൂമിൽ ചെല്ലും. അമ്മേന്റെ റൂമിൽ ചെല്ലുമ്പോൾ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കാണ്. എന്തോ ഒരു പ്രശ്നം നടന്നതുപോലെ. ആ സമയം അവിടെ ഒരു ചെറിയൊരു ബൗൾ ഇരിപ്പുണ്ട്. അതിനകത്ത് 2 പുഴുക്കളും ഉണ്ട്. പെട്ടെന്ന് തന്നെ കട്ടിലിന്റെ അടിയിൽ നിന്നൊരു കൈ വന്നിട്ട് അതിൽ നിന്നൊരു പുഴുവിനെ പിടിച്ചോണ്ട് പോയി തിന്നളയും. അതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലാതെ ടിക്ക പതിയെ ലൈറ്റ് അടിച്ച് കട്ടിലിന്റെ അടിയിൽ നോക്കുമ്പോൾ അമ്മ പ്രേതമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കണ്ട് അവള് പേടിച്ച് വരേണ്ടിരിക്കുമ്പോൾ അമ്മ പതിയെ കട്ടിലിന്റെ പുറത്തോട്ട് വന്ന് എവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കും. എന്നാൽ എവള് വിടില്ല. പെട്ടെന്ന് തന്നെ ഓടി പുറത്തോട്ട് പോവാണ്. എവള് മന്ത്രമൊക്കെ ചെല്ലി നോക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രേതം തിരിച്ച് മന്ത്രം ചൊല്ലുന്നുണ്ട്. സോറി, മന്ത്രമല്ല, സൂറത്തില്ലേ, അതായത് ഖുറാനിലെ ഒരു ഭാഗമാണ്. അത് ചൊല്ലുമ്പോൾ ആ പ്രേതം തിരിച്ചു ചൊല്ലുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ ചെല്ലാൻ പറ്റുന്നുണ്ട്. ടിക്ക പ്രേതത്തിന്റെ കണ്ണിൽ നിന്ന് മാറിയിട്ട് ഒരു റൂമിൽ വരും. അവിടെ നിന്ന് ഫോൺ എടുത്തിട്ട് ഏതോ അലമാരയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദെ എന്നെ രക്ഷിക്കൂ, പ്രേതം ഉണ്ടെന്ന് പറയുമ്പോൾ ഉസ്താദ് റിപ്ലൈ കൊടുക്കുന്നില്ല. ഫോൺ കട്ടായി പോകും. പ്രേതം ആ സമയം കൊണ്ട് റൂമിൽ എത്തിക്കഴിഞ്ഞു. അവൾ ആകെ പേടിച്ച് അലമാരയുടെ വിടവിൽ കൂടെ നോക്കുമ്പോൾ പ്രേതം അവിടെ നിൽപ്പുണ്ട്. എന്നാൽ പ്രേതത്തിന് അവളെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേതം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് മറ്റാരുമല്ല, അവളുടെ അമ്മ തന്നെയാണ് ആ പ്രേതമായിട്ട് മാറിയിട്ടുള്ളത്. ഈ പ്രേതം കുറച്ച് കഴിയുമ്പോൾ കാണാനില്ല. അതുകൊണ്ട് തന്നെ അവള് സമാധാനപ്പെട്ട് അവിടെ ഇരിക്കുമ്പോൾ പതിയെ അലമാരയുടെ വാതിൽ തുറക്കും. ഇനിയിപ്പോ ഇതെന്താന്ന് അറിയാൻ പാടില്ലാതെ പതിയെ അവള് പുറത്തോട്ടിറങ്ങാണ് ടിക്ക. അവള് പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ അലമാരയുടെ മണ്ടയിന്ന് അവളുടെ മുടിയിലോട്ട് പ്രേതം കയറി പിടിക്കും. അതിന്റെ മണ്ടയിൽ പ്രേതം നിൽക്കുകയായിരുന്നു അവളെ കാത്തുകൊണ്ട്. അവള് വിടില്ല. എങ്ങനെയൊക്കെയോ അമ്മയുടെ കൈ വലിച്ച് പറിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഹോളിൽ വരും. പ്രേതം വിടില്ല. പ്രേതം പിന്നാലെ തന്നെ ഉണ്ട്. പ്രേതം അവളെ ഓട്ടിച്ചിട്ട് പിടിച്ചിട്ട് അവളുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ശ്വാസം വിട്ടിട്ട് അടുത്തൊരു ട്രോഫി ഇരിപ്പുണ്ട്. നല്ല കനമുള്ള ഒരു ട്രോഫി ആയിരുന്നു. അതെടുത്ത് പ്രേതത്തിന്റെ തല നോക്കി ഒറ്റ അടിയാണ്. ആ അടിയിൽ പ്രേതത്തിന്റെ ബോധം പോയി. പിന്നീട് അവൾ ഓടി ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കും. ആ സമയം കൊണ്ട് പ്രേതത്തിന് ബോധം വന്നിട്ട് ഇവളെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. പ്രേതം നേരെ കയറി പോകുന്നത് മണ്ടയിലോട്ടാണ്. ഇവൾ അവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇവളെ കാണാനില്ലല്ലോ. ഈ സമയം കൊണ്ട് ടിക്ക പ്രേതം പോയെന്ന് ഉറപ്പിച്ചിട്ട് പതിയെ ചെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് ഡോറിന്റെ താക്കോൽ എടുക്കും. അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് തൂക്കിയെടുക്കുമ്പോഴാണ് പ്രേതം മണ്ടയിലോട്ട് കയറി പോയിട്ടില്ല. ആ സ്റ്റെയറിൽ നിൽപ്പുണ്ട്. പ്രേതം ചിരിച്ചുകൊണ്ട് ഇവളുടെ അടുത്തോട്ട് വന്നിട്ട് ഇവളെ കഴുത്തിന് തൂക്കിയെടുക്കുകയാണ്. ഇവളെ കൊണ്ട് ഡോറ് തുറക്കാൻ പറ്റിയില്ല. ഇവളെ ശ്രമിച്ചെങ്കിലും തുറക്കാൻ പറ്റിയില്ല. പ്രേതം അവളെ കഴുത്ത് ഞെരിച്ചിട്ട് ചാവടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിറകിൽ നിന്നൊരു മന്ത്രത്തിന്റെ ശബ്ദം കേൾക്കും. അത് മറ്റാരുമല്ല, ഉസ്താദാണ്. ഉസ്താദ് ഈ പ്രേതത്തിന് ബോധം കെടുത്തിയിട്ടുണ്ട്. കുട്ടീനെയും രക്ഷിച്ചു. അവള് മരിച്ചിട്ടില്ല. അവളെ തൊട്ടു മുമ്പ് വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്താദിനെ നേരത്തെ ഫോൺ വിളിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദിന് എന്തോ ഡൗട്ട് തോന്നിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഉസ്താദ് ടിക്കനെയും വിളിച്ച് ബാക്കിയുള്ള കുറെ ആൾക്കാരെയും വിളിച്ച് അമ്മേനെ കൊണ്ട് പള്ളിയിലോട്ട് പോവാണ് ഈ പ്രേതത്തിനെ ഒഴിപ്പിക്കാനായിട്ട്. പോകുന്ന സമയത്ത് ടിക്ക യൂലിനെ കാണുന്നുണ്ട്. യൂലി ഈ രാത്രി ഒളിച്ചൊളിച്ച് പള്ളിപ്പറമ്പിൽ കൂടെ ഇങ്ങോട്ടോ പോവാണ്. അതുകൊണ്ട് തന്നെ ടിക്കയ്ക്ക് ഡൗട്ട് ആവാണ്. ആരോടും പറയാതെ യൂലി എന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് യൂലി പോയി ആ ബിൽഡിങ്ങിലോട്ട് കയറി ചെല്ലും. ആ ബിൽഡിങ്ങിലാണ് അവള് ബോഡി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോഡി അഴുവിയന്റെ നാറ്റമൊക്കെ ഉണ്ട്. ഇത് കുറെ ദിവസമായില്ല. അതുകൊണ്ട് തന്നെ അഴുകിയിട്ടുണ്ട്. ആ ഒരു മണം ടിക്കന്റെ മൂക്കിൽ കുത്തി കയറുകയാണ്. ഇവളെന്താ സംഭവം എന്നറിയാതെ പതിയെ അകത്തോട്ട് കയറി ചെന്ന് നോക്കുമ്പോ അവിടെ ഈ ബോഡി കിടക്കാണ്. അതിനെന്തോ മന്ത്രവാദം ചെയ്യുന്നുണ്ട് യൂലി. അയ്യോ പടച്ചോനെ, ഇതെന്താ സംഭവം എന്ന് ഇങ്ങനെ വിളിച്ചു പറയും. ഇത് കേൾക്കുന്ന യൂലി അടുത്തോട്ട് വരും. എന്താടി നീ വിചാരിച്ചേ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണെന്നോ? ഞാനിവിടെ മന്ത്രവാദം ചെയ്യുക. നിന്റെ ഫാമിലി എല്ലാം മരിക്കാനായിട്ട് അർഹതപ്പെട്ട ആൾക്കാരാണ്. എന്നോട് അവരെന്ത് മോശമായിട്ടാ പെരുമാറിയെന്നറിയാമോ? പ്രത്യേകിച്ച് നിന്റെ മുത്തശ്ശി മരിക്കണേ മുമ്പ് എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? നിന്റെ അച്ഛനെയും അമ്മയും കൊന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. അവരെ കൊന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്. ആ മരിച്ചുപോയ മുത്തശ്ശിയില്ലേ, അവര് മന്ത്രവാദത്തിലൂടെയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും കൊന്നത്. അതിന് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നത്. അന്ന് മരിക്കണേ മുമ്പ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനാണ് നിന്റെ അച്ഛനെയും അമ്മയും കൊന്നത്. അത് ഞാൻ ഒരുപാട് ആസ്വദിച്ചു എന്ന്. ഇത് കേൾക്കുന്ന ടിക്ക ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? നമുക്കിത് പരിഹരിക്കാൻ പറ്റത്തില്ലേന്ന്. ആകെ ദേഷ്യം വന്നിട്ട് യൂലി പറയും, നീ എന്താ വിചാരിച്ചത്? നീയൊക്കെ കണ്ടില്ലേ എന്നെ അവിടെ ഇട്ട് ചവിട്ടി താഴ്ത്തിയപ്പോ? എന്നെ ഒരുപാട് ദ്രോഹിച്ചപ്പോ നിങ്ങൾ കണ്ടില്ലേ? നിന്റെ അമ്മ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ നീയൊക്കെ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ, ഒന്നും പ്രതികരിച്ചില്ല. എന്നിട്ട് ഇപ്പം എന്നോട് ഇങ്ങനെ പറയുന്നു. ഞാൻ എന്തായാലും നിങ്ങളെ
പോലെ ആവത്തില്ല, നിങ്ങളൊരു വൃത്തികെട്ട സ്ത്രീയാന്ന് പറഞ്ഞിട്ട് ടിക്ക അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവൾക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നീട് അവള് പള്ളിയിൽ പോയിട്ട് അമ്മയുടെ കൂടെ ഇരിക്കും. ഈ മന്ത്രത്തിന്റെ ഇടയിൽ ആ പ്രേതത്തിന്റെ വായിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. കറുത്ത കട്ടയിലാണ് വരുന്നത്. ഈ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് പ്രേതം. അതായത് ഒരു പ്രത്യേകതരം ഹൈ ഫ്രീക്വൻസി ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. ചെവിയൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ. എന്തായാലും അതൊക്കെ സഹിച്ചിട്ട് അവർ വീണ്ടും വീണ്ടും മന്ത്രം ചെയ്ത് ആ ഒരു പ്രേതത്തിനെ അവിടെ തറയിൽ കിടപ്പിക്കും. ഉസ്താദ് മന്ത്രം ചെയ്യുന്ന സമയത്ത് അമ്മ പെടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഉസ്താദ് സമ്മതിക്കത്തില്ല, അവിടെ പോയി ഇരിക്കാൻ പറയും. കാരണം ഇത് പ്രേതമാണല്ലോ. ഇതേ നേരം യൂലി മന്ത്രം ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആ ഒരു മന്ത്രവാദം എടുത്ത് ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ട് അതിനെ കുത്തി അടയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പഴയതുപോലെ തൊലിന്റെ അകത്തോട്ട് കയറുന്നില്ല. അത് തെന്നി മാറാണ്. കാരണം ഉസ്താദ് ഇവിടെ മന്ത്രവാദം ചെയ്യാണ്. ഉസ്താദ് മന്ത്രവാദം ചെയ്ത് ഈ പ്രേതം പറന്ന് ഫിറ്റിയുടെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. ഉസ്താദിനെ ആക്രമിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പുള്ളിക്കാരൻ ആ മാല കാണിച്ചിട്ട് പ്രേതത്തിനെ പേടിപ്പിക്കും. പ്രേതം അനങ്ങാൻ പറ്റാത്ത ഫിറ്റില് പിടിച്ചിരിപ്പുണ്ട്. പിന്നെയും മന്ത്രവാദം ചെയ്യുമ്പോൾ ഈ പ്രേതത്തിന് സഹിക്കാൻ വയ്യാതെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ പ്രേതത്തിനെ പിടിച്ച് താഴോട്ട് ഒറ്റ അടിയാണ്. കൈയൊന്നും ഉപയോഗിക്കേണ്ട, ഒറ്റ അടിക്കാൻ പറ്റും. ഈ ടെലികൈനസിസ് ഇല്ലേ, അതേപോലെ ഉസ്താദിന് പവറൊക്കെ ഉണ്ട്. അങ്ങനെ എടുത്ത് തറയിൽ അടിച്ചു കളയും. അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ടിക്ക ഓടി വരും. അമ്മ എന്താ പറ്റിയത്, അമ്മ എണീക്കെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അമ്മ ഇപ്പോഴും പ്രേതമാണ്, അമ്മയ്ക്ക് ബോധമൊന്നുമില്ല. ഈ സമയമെല്ലാം യൂലി അവിടെ മന്ത്രവാദം ചെയ്യാൻ നോക്കുകയാണ്. എന്നാലും നടക്കുന്നില്ല. അവളുടെ കൺട്രോളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ അവളുടെ സ്വന്തം കൈ തറയിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കുന്നുണ്ട്. ഒരു മൂർച്ചയുള്ള കുപ്പിച്ചില്ലോ മറ്റോ. അതെടുത്തിട്ട് അത് അവളെ തന്നെ കുത്താനായിട്ട് നോക്കുകയാണ്. അവൾ സ്വന്തം അവളെ കുത്താനായിട്ട് നോക്കുകയാണ്. അവൾ അവളുടെ മറ്റേ കൈ വെച്ച് പിടിച്ച് നിർത്താൻ നോക്കെങ്കിലും നടക്കുന്നില്ല. ആ കുപ്പിച്ചില്ല എടുത്തിട്ട് അവളുടെ കവിളിലും അവളുടെ വായിലും ദേഹത്തും എല്ലാം കുത്തി ഇറക്കും. കാരണം ഉസ്താദ് അവിടെ മന്ത്രവാദം ചെയ്യല്ലേ. ഇവൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് എന്തോ ഒരു വലിയ കല്ല് പോലത്തെ സംഭവം എടുത്തിട്ട് ആ ഡെഡ് ബോഡീനെ പൊതിരെ തല്ലും. തല്ലി അവസാനം ഇവൾ ആ ഡെഡ് ബോഡിയുടെ ഭാഗത്തെത്തും. വേറെ കുറെ പ്രേതം ഇവളെ വളഞ്ഞിട്ടങ്ങ് തല്ലാൻ തുടങ്ങും. ആ പ്രേതത്തിന്റെ കൂട്ടത്തിൽ തന്നെ മരിച്ചുപോയ മുത്തശ്ശിയുണ്ട്, ഭർത്താവുണ്ട്, അനിയനുണ്ട്, അതുപോലെ തന്നെ കൂട്ടുകാരനുണ്ട്, പിന്നെ വേറെ കുറെ പ്രേതങ്ങളും. ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്ന് യൂലിനെ പൊതിരെ തല്ലും. അടിച്ചങ്ങ് നശിപ്പിച്ച് കളയാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ അങ്ങ് നശിപ്പിച്ച് കളയും. ഈ സമയം പള്ളിയുടെ അകത്താണെങ്കിൽ അമ്മയെ മന്ത്രവാദം ചെയ്ത് അമ്മയ്ക്ക് വയ്യ. ആ പ്രേതമൊക്കെ പുറത്തു പോയിട്ടുണ്ട്. അതേപോലെ യൂലിയെ കാണിക്കുകയാണെങ്കിൽ അവള് സ്വന്തമായിട്ട് അവളുടെ കൈ തല്ലി കൈയൊക്കെ പിഴുത് മാറിയിട്ടുണ്ട്. എല്ലൊക്കെ വിട്ടു മാറി കൈ ദൂരോട്ട് തെറിച്ചു പോയിട്ടുണ്ട്. എന്തോ ഒരു മൂർച്ചയുള്ള സാധനം വെച്ച് ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും കുത്തി അവളുടെ കൈയൊക്കെ പിഴുത് മാറിയിട്ടുണ്ട്. അവൾ അവിടെ തന്നെ മരണപ്പെടുകയാണ്. വളരെയധികം മൃഗീയായിട്ട് അവൾ മരണപ്പെട്ടു പോയി. വീണ്ടും പള്ളിയിൽ കാണിക്കുകയാണെങ്കിൽ ഉസ്താദിന് മനസ്സിലായി ഇനി ഈ സിസ്റ്റർ ഒരിക്കലും ജീവിക്കത്തില്ല, അവര് മരിച്ചു പോകും. കാരണം ഇവരെന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോളോട് പ്രാർത്ഥിക്കാൻ പറയും, ടിക്കയോട് പ്രാർത്ഥിക്കാൻ പറയും. ടിക്ക പ്രാർത്ഥിക്കുന്ന സമയം അമ്മ മരിച്ചു പോകും. മോൾക്ക് ഒരുപാട് വിഷമാവുകയാണ്. അതേ നേരം മന്ത്രവാദിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. മന്ത്രവാദി പ്രാർത്ഥിക്കും യൂലി ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കണമെന്ന്. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. മരണച്ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ബോഡിയൊക്കെ അടക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ടിക്കനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും. ഉസ്താദ്, വേറെ കുറെ ആൾക്കാര്, ടിക്കയുടെ കൂട്ടുകാര്, അവരൊക്കെ പോയതിനു ശേഷം ടിക്ക അവിടെ നിൽക്കുകയാണ്. അവിടെ തന്നെ മൊത്തം അവരുടെ കുടുംബക്കാരുടെ കബറടമാണ്. ടിക്കയുടെ അച്ഛൻ, അമ്മ, അനിയൻ, മുത്തശ്ശി, അതുപോലെ തന്നെ ആന്റി മറ്റാരും അല്ല, യൂലി തന്നെയാണ്. ഇവരെല്ലാരെയും അടുത്തടുത്താണ് അടക്കിയിരിക്കുന്നത്. യൂലിയുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയുടെ അച്ഛനും സിസ്റ്ററിന്റെ അച്ഛനും ഒരാളാണ്. അതിനർത്ഥം രണ്ടുപേരും സഹോദരിമാരായിരുന്നു. എന്നാൽ രണ്ടമ്മയ്ക്ക് ഉണ്ടായ രണ്ട് സഹോദരിമാര്. ടിക്ക ആകെ വിഷമിച്ച് ആ കബറടത്തിനെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 2025 റിലീസായ കിതാബ് സിജിൻ ആൻഡ് ഇലിയം എന്ന ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി കഥയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കമന്റിൽ പറയാം. ഇനി എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിലും അതും കമന്റിൽ പറയാം. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ബൈ.